ഒരു സ്ഥലത്ത് ഞാൻ പോയിട്ടില്ല. ഇത് ഞാൻ വയ്യാത്ത വന്ന എന്തുകൊണ്ടറിയോ? എന്റെ മക്കളെ സംരക്ഷിക്കുക. എന്റെ മക്കൾക്ക് വീടുണ്ടെങ്കിൽ എനിക്ക് കയറി കിടക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് 7 പേരെ ഞങ്ങളൊരു വീട്ടിൽ താമസിക്കണേ. വീട് അടച്ചു നിൽക്കണം. 8,000 റുപ്യ വാടക വേണം. ഇതൊക്കെ കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിവില്ല. എനിക്ക് ആൺമക്കളില്ല, ഭർത്താവില്ല. എനിക്ക് 3 പെൺകുട്ടികളാ. അവരെ സുരക്ഷിതം അവർക്ക് വേണ്ടിയാ ഞാൻ ജീവിച്ചത്. എനിക്ക് നിലകൊള്ളുന്നവർക്ക് വേണ്ടിയാ. ഈ വയ്യാത്ത കാലം വെച്ച് ഇവിടെ വരുന്നത് എന്തുകൊണ്ടറിയോ? ഹാർട്ട് പേഷ്യന്റ് നാളെ ഒരു അറ്റാക്ക് വന്നാലും സാരല്ല, വരുന്ന കൊണ്ടായാലും സാരല്ല. പക്ഷെ എന്റെ കുട്ടികൾക്ക് എനിക്കും കിടക്കാനുള്ള കിടപ്പാടം വേണം. മാളികപ്പുര വേണം ഞാൻ പറയില്ല. ഉള്ള സ്ഥലത്ത് ഞങ്ങൾ സന്തോഷത്തോടെ നല്ല പേരിൽ ജീവിച്ച ആൾക്കാരാ. നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് വേണം, നിർബന്ധ. അതിന് യാതൊരു സംശയമല്ല, തരണം. നമ്മളെ അവകാശങ്ങളാ. ഞങ്ങൾ ആരെടുത്തും ഇത്ര പോറ്റാൻ വേണ്ടി ഒരാൾ തിരക്കാൻ പോയിട്ടില്ല. മക്കളെ പോറ്റാൻ ഗതി കെട്ടുകൊണ്ട് പ്രവാസിയായി. 23 കൊല്ലം പ്രവാസിയായി. വന്നതിന്റെ 3 ദിവസം 2 മുഴ എടുത്ത് കളഞ്ഞു. അറ്റാക്ക് വന്നു, നടക്കാൻ വയ്യ. എന്നിട്ട് ഞാൻ വന്നെന്തുകൊണ്ടറിയാം? എന്റെ മക്കൾക്ക് വേണ്ടി, അതുപോലെ എന്നെ പോലുള്ള ഒരുപാട് മക്കൾക്ക് വേണ്ടി, അതിനു വേണ്ടിയാ വന്നത്. അല്ലെങ്കിൽ കയ്യെ പിടിച്ച് നിൽക്കേണ്ട ആവശ്യം എനിക്കില്ല. എനിക്ക് പോകണം, നടക്കാൻ വയ്യ. എന്റെ മക്കൾക്ക് വേണ്ടി ദയവ് ചെയ്ത് നിങ്ങൾ സർക്കാരിനോട് പറയണം, മക്കൾക്ക് ഉപകാരം ചെയ്യണം. എനിക്ക് ആ മക്കളില്ല. ഞാൻ ഈ പെൺമക്കൾ ആശ്രയിക്കാൻ നിൽക്കണേ. അവരുടെ മക്കളോട് കഞ്ഞ ഞാൻ കുടിക്കണേ. അപ്പൊ എനിക്ക് വിഷമമുണ്ട്. എനിക്ക് ഞാൻ വീടുണ്ടാക്കാൻ പറ്റില്ല, ജോലിക്ക് പോകാൻ പറ്റില്ല, ഇനി പ്രവാസിയാകാൻ പറ്റൂല. ഇത്രകാലം 27 വയസ്സിൽ 93 ഗൾഫ് നാട്ടിലേക്ക് പോയതാ ഞാൻ. അതിലുണ്ടാക്കുന്ന ഒരു വീട് ഞങ്ങൾക്ക് താമസിക്കാനുള്ള പൂതി ഉണ്ടായിട്ടില്ല. സർക്കാർ കൊടുക്കുന്ന വീടിന് ഗതികേട് കൊണ്ടാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയച്ചു കൊടുത്തിട്ട് ഈ പാവപ്പെട്ടവർക്ക് കിട്ടിയോ? ഈ പാവപ്പെട്ടവരുടെ വീടെല്ലാം നഷ്ടപ്പെട്ടിട്ടാണ് ഇവർ ഈ സമരത്തിനും ഈ ധർണക്കെല്ലാം ഇറങ്ങുന്നത്. പിന്നെ എന്തിനാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയച്ചു കൊടുക്കുന്നത്? ഇത് കിട്ടിയത് പുട്ടടിക്കാൻ വേണ്ടിയിട്ടാണോ എന്നാണ് ഒരു സംശയം ഇപ്പോൾ എല്ലാവരും പറയുന്നത്. നമുക്ക് പണം അയച്ചു കൊടുക്കുന്നതിന് അതിന് അർഹതപ്പെട്ട ആളുകളുടെ കയ്യിലെത്താതെ ഇവരത് പുട്ടടിച്ചിട്ട് എന്താ കാര്യം? എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സ്വയം നിങ്ങളെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു സംഘടനയുടെ രൂപത്തിലാണെങ്കിലും പ്രശ്നമില്ല, നിങ്ങൾ സ്വന്തമായിട്ടാണെങ്കിലും പ്രശ്നമില്ല, അവരുടെ കയ്യിൽ എത്തിച്ചു കൊടുക്കുക. നിങ്ങളൊരു വീടെടുത്ത് കൊടുക്കാൻ നിങ്ങൾ സംഘടനയായിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീടെടുത്ത് കൊടുക്കാനുള്ള സംഘടിപ്പിച്ചുകൊണ്ട് പണം എല്ലാം സ്വരൂപിച്ച് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതേ അവരെ കയ്യിൽ എത്തുള്ളൂ, അല്ലാത്തതൊന്നും എത്തൂല. അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ.